നമസ്കാരം, ഞാൻ ഡോക്ടർ അനില രാജു, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, പരബ്രഹ്മ ഹോസ്പിറ്റൽ ഓച്ചിറ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഒ പിയിൽ കണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കണ്ടീഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു ദിവസം ഈവനിങ് ഞാൻ ഒ പി എടുക്കുന്ന സമയത്ത് ഒരു അമ്മേനെ വീൽ ചെയറിൽ കൊണ്ടുവന്നു. അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം കൊണ്ടുവന്നിട്ട് ആ അമ്മയ്ക്ക് 70 വയസ്സായിരുന്നു. അവർ പറഞ്ഞു, അമ്മ 2-3 ദിവസം മുന്നേ അമ്മയുടെ സെയിം ഏജിലുള്ള ഒരു റിലേറ്റീവിൻ്റെ മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചടങ്ങിനൊക്കെ പോയി വന്നതിന് ശേഷം അമ്മ വീട്ടിൽ വന്നതിന് ശേഷം സംസാരിക്കുന്നില്ല, ഒട്ടും സംസാരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറവാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അമ്മയ്ക്ക് ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു, ഡോക്ടർ ഒന്ന് നോക്കൂന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് പ്രഷറോ ഷുഗറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നിനും മരുന്നൊന്നും എടുക്കുന്നില്ല അമ്മ. ഞാൻ അമ്മയിടയ്ക്ക് സംസാരിച്ചപ്പോൾ അമ്മ ചിരിക്കുന്നുണ്ട് എന്നെ നോക്കിയിട്ട്. ഞാൻ എന്ത് ചോദിച്ചാലും അമ്മ ചിരിക്കുക, ഒന്നിനും റിപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ പറയുന്ന കമാൻഡ്സ് ഒന്നും അമ്മ ഫോളോ ചെയ്യുന്നുമില്ല. അപ്പം ഞാൻ അമ്മയുടെ ബി പി നോക്കിയപ്പം അമ്മയുടെ ബി പി 160/100 ഉണ്ട്. നോർമൽ ബി പി അറിയാമല്ലോ, 120/80 ആണ് നമ്മുടെ നോർമൽ ബി പി. അപ്പം ഞാൻ അമ്മയുടെ ഫുൾ എക്സാമിൻ ചെയ്തപ്പോൾ അമ്മയുടെ ചുണ്ട് ചെറുതായിട്ടൊരു കോടിപ്പുണ്ടായിരുന്നു. കൈയും കാലും ഒക്കെ നല്ല ബലമുണ്ട്, ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ബ്രെയിനിൻ്റെ ഒരു സ്കാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ബ്രെയിനിൻ്റെ സ്കാൻ പറഞ്ഞപ്പോൾ അവരുടെ ബൈസ്റ്റാൻഡർ പറഞ്ഞു, എന്തിനാണ് മാഡം സ്കാൻ എടുക്കുന്നത്, പേഷ്യൻ്റ് ഡിപ്രഷനിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സോഡിയം കുറഞ്ഞായിരിക്കും, ഡോക്ടർ സോഡിയം നോക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർ സാറ്റിസ്ഫാക്ഷൻ ശരി, സോഡിയം നോക്കാൻ വിട്ടു. പ്ലസ് ഞാൻ തലയുടെ സ്കാനും കൂടെ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പം അമ്മയുടെ തലയുടെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയും, അവിടെ അമ്മയ്ക്കൊരു സ്ട്രോക്ക് ഉണ്ടായിരുന്നു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അത്യാവശ്യം വലിയൊരു ബ്ലീഡിങ് ആയിരുന്നു അത്. അപ്പം ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഓരോരോ സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മുടെ മസിൽ കൺട്രോൾ ചെയ്യുന്നത്, ചില നമ്മുടെ സ്പീച്ച് കൺട്രോൾ ചെയ്യുന്നത്, ചില നമ്മുടെ കണ്ണിന് കാഴ്ച, അങ്ങനെ പല പല ഏരിയസ് ഉണ്ട്. അതിൽ അമ്മയുടെ സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൂടാതെ നമ്മൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുമില്ല. ആ ഏരിയയിലാണ് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിരിക്കുന്നത്. എനിക്കിതിൽ പ്രധാനമായിട്ടൊരു മെസ്സേജ് തരാനുള്ളത് എന്തെന്ന് വെച്ചാൽ, എപ്പോഴും കയ്യും കാലും കുഴയുന്നതോ അല്ലെ ബലം കുറയുന്നതോ നടക്കാൻ പറ്റാത്തതോ മാത്രമല്ല സ്ട്രോക്ക്. ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന ഒരു പേഷ്യൻ്റ് അമിതമായി ചിരിക്കുക, അല്ലെ കരഞ്ഞുകൊണ്ടിരിക്കുക, ചുണ്ടിന് മാത്രം കോടിപ്പ് വരിക, പെട്ടെന്ന് തലകറക്കം വരിക, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ സ്ട്രോക്കാണ്. അല്ലാതെ വീക്ക്നെസ് മാത്രമല്ല നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. എന്താണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ? ചുണ്ട് ഒരു സൈഡിലേക്ക് കോടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തിന് ബലക്കുറവ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ വശം അനക്കാൻ പറ്റാതിരിക്കുക, ഒരു വശത്ത് പെരുപ്പ്. ചിലർ പറയും മുഖത്ത് മാത്രമേ എനിക്ക് പെരുപ്പുള്ളൂ ഡോക്ടർ എന്ന് പറയും. ചിലർ വന്നിട്ട് പറയും തലകറക്കമാണ് 2-3 ദിവസമായിട്ട്, നിൽക്കാൻ പറ്റുന്നില്ല, വീഴാൻ പോകുന്ന പോലെ തോന്നുന്നു. ഇതൊക്കെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളത്, ആരിലാണ് ഈ സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലുള്ളത്? ബി പി കൺട്രോൾ അല്ലാത്തവർ, അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ അല്ലാത്തവർ, സ്ഥിരമായി സ്മോക്കിംഗ് അല്ലെങ്കിൽ മദ്യപാന ശീലമുള്ളവർ, ഇവരിലൊക്കെയാണ് കൂടുതലായിട്ടും സ്ട്രോക്കിന്റെ സാധ്യതകൾ കൂടുതൽ വരുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രായത്തിൻ്റെതാണെന്ന് കരുതി നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. കാരണം ഞാൻ ഈ പറഞ്ഞ ഗോൾഡൻ പീരീഡിനുള്ളിലാണ് അവർ ഹോസ്പിറ്റലിൽ എത്തുന്നതെങ്കിൽ നമുക്ക് അവരെ ത്രോംബലൈസ്, അതായത് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ഇഞ്ചക്ഷൻ വെച്ച് നമുക്ക് കംപ്ലീറ്റ്ലി ആ ക്ലോട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സ്ട്രോക്ക് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനിന്റെ സെൽസ് നമ്മൾ എത്രത്തോളം ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്യുന്നു അത്രത്തോളം പെർമനന്റ് ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ സിംറ്റംസ് കാണുമ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ഇതുപോലുള്ള ടിപ്സിനായി പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.